ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇത് സൺഡേ വ്ളോഗാണ് ഗൈസ്. കാരണം നമ്മൾ ഒരു എൻഗേജ്മെൻറ്റ് ഷോപ്പിങ്ങിന് വേണ്ടി പോകണം. അത് ആദിൻ്റെയും സുജിയുടെയും. അപ്പോൾ രാവിലെ തന്നെ 9 മണിയാകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങാൻ വെച്ചു ഗൈസ്. എന്നിട്ട് സ്റ്റോപ്പിൽ വന്നിട്ട് അരമണിക്കൂറോളം പോസ്റ്റാക്കാൻ വെച്ചു. ആതിരയും വന്നിട്ടില്ല, സുജിയും വന്നിട്ടില്ല, ആരും വന്നിട്ടില്ല ഗൈസ്. ഞാൻ വെറുതെ റോഡിൽ വായി നിൽക്കുന്ന അവസ്ഥയായിരുന്നു. ഞാൻ എന്നിട്ട് അവരെല്ലാവരും വിളിച്ച് ചീത്ത പറഞ്ഞു. അവസാനം ഫൈനലി ചീത്ത പറഞ്ഞു 10 മിനിറ്റ് കൊണ്ട് ഞാൻ സുജിനെ സ്റ്റോപ്പിൽ എത്തിപ്പിച്ചു ഗൈസ്. അവൻ വന്നത് ഫോണിലായിരുന്നു. അതിനുശേഷം അവൻ്റെ അനിയൻ്റെ കാറിലായിരുന്നു നമ്മൾ പോകാമെന്ന് പ്ലാൻ ചെയ്തത്. അപ്പോൾ കാറിൽ വന്ന് ഡിക്കി കാര്യങ്ങളൊക്കെ തുറന്ന് അവൻ്റെ സാധനങ്ങളൊക്കെ അതിലേക്ക് വെച്ച ആൾ പിന്നെയാണ് ആലോചിക്കുന്നത്, വണ്ടി ഞാൻ അവിടെ നിർത്തിയിട്ടുണ്ട്, അതിൽ ചെക്ക് ബുക്ക് വെച്ചിട്ടുണ്ടല്ലോ എന്ന്. ഇത്രയ്ക്ക് ബോധമില്ലാത്ത ആളുടെ അടുത്താണല്ലോ കൃഷ്ണ ചെക്ക് ബുക്കൊക്കെ കൊടുത്ത് വിട്ടിരിക്കുന്നത്. ഞങ്ങൾ വേഗം പോയി ചെക്ക് ബുക്ക് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വണ്ടി സൈഡ് ലോക്ക് ചെയ്തിട്ട് മുണ്ടാട് വന്നിരിക്കുക ഗൈസ്. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതിനുശേഷം ഞങ്ങൾ വീണ്ടും അവിടെ തന്നെ വന്ന സമയത്ത് ആതിരയും കുഞ്ഞൂട്ടനും കൂടി വരികയായിരുന്നു. അപ്പോൾ കുഞ്ഞൂട്ടനും കണ്ടതെന്ന് തന്നെ ഭയങ്കര ഹാപ്പിനെസ് ആയി. ഞങ്ങൾ കുറേ ദിവസമായി കണ്ടിട്ട് അവൻ വന്നത് എന്നെ കെട്ടിപ്പിടിച്ച് തന്നെ ഹഗ്ഗൊക്കെ ചെയ്തു ഗൈസ്. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഭയങ്കര സ്നേഹമുള്ള പയ്യനാണ്, പക്ഷേ അടഞ്ഞ പിന്നെ എല്ലാം കഴിഞ്ഞു ഗൈസ്. അങ്ങനെ ഞങ്ങൾ കാറിൽ കയറിയിട്ട് ഫുള്ള് കഥ പറഞ്ഞ് പാട്ടൊക്കെ വെച്ചിട്ട് ഫുള്ള് വൈബായിരുന്നു ഗൈസ്. അപ്പോൾ കുഞ്ഞൂട്ടിന് പാവം വീണിട്ട് മുറിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. സാരമില്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവൻ്റെ സ്ഥിരം പരിപാടി ഷർട്ട് അയച്ചു വെച്ചു ഗൈസ്. AC ഒക്കെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് എന്താണെന്നുള്ളത് അറിയില്ല കുട്ടിക്ക്. എനിക്ക് പറ്റില്ല, പിന്നീട് ഷർട്ട് ഇടാൻ വേണ്ടിയിട്ട് വിട്ടു ഗൈസ്. പോകുന്ന വഴിക്ക് ചെറിയ ബ്ലോക്ക് ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ വിചാരിച്ചത്രയൊന്നുമില്ല. സൺഡേ വലിയ തിരക്കൊന്നും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആദ്യം കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ആദ്യം അവിടെ പോയിട്ട് തന്നെ താഴെ നമ്മൾ വണ്ടി കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ട് അതിനുള്ള ടോക്കണും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ലിഫ്റ്റിൽ താഴെ തന്നെ ലിഫ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ലിഫ്റ്റിലൊക്കെ കയറുന്ന സമയത്ത് അവന് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരുന്നു. അപ്പോൾ എന്നിട്ട് ഇങ്ങനെയാണ് ചാച്ച അങ്ങനെയാണ് ചാച്ച പറഞ്ഞിട്ട് സുജിയുടെ അടുത്ത് പറയുന്നു. പിന്നെ നമുക്ക് കല്യാണിൽ അധികം വീഡിയോസ് എടുക്കാൻ പറ്റില്ല. ബ്രൈഡൽ സെക്ഷനിൽ ഫോൺ അലൗഡ് അല്ല. നമ്മൾ 1-2 ക്ലിപ്സ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ നിന്നൊരു ഡ്രസ്സ് നോക്കിയിട്ട് നമ്മൾ അടുത്തത് സുജിയുടെ അമ്മായിയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ശ്രീധറിലും കൂടി പോയി നോക്കാമെന്നുള്ള പ്ലാനിങ് ആയിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് വീണ്ടും ശ്രീധറിൽ പോയി കേസ്. അവിടെ പോകുന്ന സമയത്ത് അവിടെ നല്ല കളക്ഷൻസ് ഉണ്ട്. പക്ഷെ കൂടുതലായിട്ട് റെഡിമെയ്ഡിനെക്കാളും അവിടെ നമ്മൾ സ്റ്റിച്ചഡ് ആയിരിക്കും കൂടുതലായിട്ട്. അപ്പോൾ നമ്മളവിടെ കുറേ വൈറ്റ് വേണമെന്ന് പറഞ്ഞു, ഗ്രീന് നോക്കി, അങ്ങനെ കുറേ സാധനങ്ങൾ വെച്ച് നോക്കി. പക്ഷെ നമുക്കതൊന്നും സെറ്റായില്ല. അതിനുശേഷം കുഞ്ഞുട്ടൻ്റെ മൈൻഡ് വോയിസ്, നിങ്ങൾ അവിടെ എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ, ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ കേട്ടോ. അവൻ അവിടെ കിടന്നു ഗൈസ്. കിടന്ന് തകർപ്പനായിട്ട് വീഡിയോ കാണുകയാണ്. പിന്നെ ഞങ്ങൾ വേറെ സ്റ്റിച്ച് ചെയ്യാൻ പാകത്തിന് കുറേ ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ അതിനുള്ള ടൈം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ശരി റെഡിമെയ്ഡ് തന്നെ ഫിക്സ് ചെയ്തു ഗൈസ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അത്ര സെറ്റായില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് നമ്മൾ കല്യാണിലേക്ക് തന്നെ പോയി. അവിടെ പോയിട്ട് നമ്മൾ ഓൾറെഡി നോക്കി വെച്ചത് തന്നെ ജസ്റ്റ് ട്രയൽ ചെയ്ത് കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. അപ്പോൾ നമ്മൾ അത് തന്നെ ഫിക്സ് ചെയ്തു ഗൈസ്. അപ്പോൾ അതൊക്കെ നമുക്ക് എൻഗേജ്മെൻറ്റ് വ്ളോഗിൽ കാണാം, ഡ്രസ്സ് കാര്യങ്ങളൊക്കെ. പിന്നെ അതിനുശേഷം മെൻസ് വെയറിൻ്റെ സുജിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി. അവിടെ പോയിട്ട് സെയിം കളർ കിട്ടണം, സെയിം അതാണെന്ന് ഒരു കാര്യമില്ല ഗൈസ്. ഇവരെ കൊണ്ടൊക്കെ പോയിട്ട് എന്താണെന്നുള്ളതേ അറിയില്ല. അങ്ങനെ നമ്മൾ പിന്നെ എല്ലാം കഴിഞ്ഞ് താഴെ വന്നു ഗൈസ്. പിന്നെ ക്യാഷ് കൗണ്ടറിൽ ബില്ലൊക്കെ വാങ്ങിച്ചിട്ട് ബിൽ പേ ചെയ്യണം. അതുമ്പോഴേക്കും ഇവർ പകുതി തന്നെ കാണാണ്ടായി ഗൈസ്. അപ്പോൾ അതിൻ്റെ ബില്ല് കണ്ടിട്ട് കുഴപ്പമില്ല, ചെറുതായിട്ടല്ലേ വന്നിട്ടുള്ളൂ, അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറയണം ഗൈസ്. അപ്പോൾ ഞാൻ ശരി പറഞ്ഞിട്ട് ഞാൻ ബില്ല് വാങ്ങിച്ചിട്ട് ഞാൻ പോയിട്ട് ക്യാഷ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഡ്രസ്സ് വാങ്ങാൻ പോകണം ഗൈസ്. ഡ്രസ്സ് വാങ്ങാൻ പോയ സമയത്താണ് എനിക്ക് ഓർമ്മയില്ല 2 പേർക്കും സെപ്പറേറ്റ് കവറാണ് വാങ്ങേണ്ടത്. ഞാൻ ഒരുമിച്ച് വാങ്ങിച്ചിട്ട് വന്നു. അതിന് സുജിൻ്റെ കയ്യിൽ നിന്നൊക്കെ എനിക്ക് ചീത്ത കിട്ടി. എന്നിട്ട് നമ്മൾ സെപ്പറേറ്റ് കവറാക്കി. അതിന് ശേഷം സ്റ്റുഡിയോയിൽ പോയി ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് അഡീഷണൽ വേണം വേണ്ടിയിട്ട്. എന്നിട്ട് വെറുതെ പോയി കാണുകയല്ലാണ്ട് ഒന്നും എടുത്തില്ല. എന്നിട്ട് തിരിച്ച് വരുന്ന സമയത്ത് വണ്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് സുജിനെ ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറക്കി തള്ളി ഗൈസ്. പിന്നെ അതിന് ശേഷം അവൻ തിരിച്ച് വന്നപ്പോൾ കുഞ്ഞോട്ട് വേണ്ട ചച്ച എന്നൊക്കെ പറയാണ്. അതിനുശേഷം മെയിൻ സാധനമാണ് ഫുഡ്. ഇതില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ നമ്മൾ സൂഫിക്കാണ് വന്നിരിക്കുന്നത്. ആസ് യൂഷ്വൽ 2 മണി കഴിഞ്ഞപ്പോൾ നല്ല സമയം, നല്ല തിരക്കുണ്ടായിരുന്നു. ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കുഞ്ഞോട്ട് ഓരോ കാര്യങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളുടെ പേര് വിളിച്ചു. നമ്മൾ 3rd ഫ്ലോറിലാണ് പോയത്. പോയ സമയത്ത് അവിടെ ശരിക്കും പറഞ്ഞാൽ റെസ്റ്റോറൻ്റാണോ ഇല്ല മിനി മറ്റേ കിഡ്സിൻ്റെ എന്താ പറയുന്നത് കളിക്കുന്ന പാർക്കാണോ എന്നറിയില്ല ഗൈസ്. തേരപ്പര കുട്ടികൾ ഓടിക്കളിക്കുന്ന അവസ്ഥയായിരുന്നു. അപ്പോൾ നമ്മൾ മന്തിയും അതുപോലെ തന്നെ ഈ പ്രാവശ്യം വെറൈറ്റി ആയിട്ടുള്ള അൽഫാമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ എന്തൊക്കെയോ ചൈനീസും മറ്റേ ടർക്കിഷും അങ്ങനത്തെ എന്തൊക്കെയോ സാധനങ്ങളായിരുന്നു. പക്ഷെ ഞാൻ പൊതുവേ പുതിയ സാധനങ്ങളൊന്നും ട്രൈ ചെയ്യില്ല. പക്ഷെ ഇപ്രാവശ്യം ചെയ്തതിൽ അടിപൊളിയായിരുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു 1 വൈബിൽ ഇറങ്ങി ഗൈസ്. പോകുന്ന വഴിക്ക് അടിപൊളി കഥയും പിള്ളേരെ ഫുള്ള് കോമഡി ആയിരുന്നു. ഓരോരുത്തരും കിരണം കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല കോമഡി ആയിരുന്നു, ചിരിച്ചിരിച്ചൊരു വഴിയായി. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു ജ്യൂസ് ഷോപ്പ്, അതായത് ഫ്രൂട്ട്സിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ട് എൻ്റെ സ്റ്റോപ്പെത്തി ഗൈസ്. സ്റ്റോപ്പെത്തി ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിട്ട് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഏട്ടൻ്റെ കൂടെ വന്നു. അതിലെ ബസ് കയറി. അങ്ങനെ 3 ആൾ 3 വഴിക്ക് എന്നുള്ള അവസ്ഥയായി ഗൈസ്. ഫൈനലി ഞാൻ വീടെത്തി ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തടുത്ത വീഡിയോ വരുന്നതായിരിക്കും ഗൈസ്. ബൈ.